ഞാൻ സൂസൻ. വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മഞ്ചിഷ്ട ഓയിലിനെ പറ്റിയാണ്. ആയുർവേദത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്രൈറ്റനിങ് ഓയിലിൻ്റെ ഒന്നാണ് മഞ്ചിഷ്ട ഓയിൽ എന്ന് പറയുന്നത്. ഓയിൽ നമുക്ക് ദേഹത്തും മുഖത്തും എല്ലാം ഒരേപോലെ പുരട്ടാനായിട്ട് പറ്റും. പക്ഷേ നമ്മുടെ മുഖത്തൊക്കെ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അടുപ്പിച്ച് അതിനൊരു ചെറിയ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറുണ്ട്. ആ കളർ നമ്മൾ മുഖത്ത് ഒരു കളർ പോലെ നമുക്ക് തോന്നും. അത് കാരണം എന്തിൻ്റെ അകത്തിലും മിക്സ് ചെയ്ത് പുരട്ടുന്നതായിരിക്കും, ഓയിലിലോ അല്ലെങ്കിൽ ക്രീമിലോ ഏതിൻ്റെ അകത്തിലും മിക്സ് ചെയ്ത് പുരട്ടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മുടെ മുഖത്തെ കരുവാളിപ്പ്, പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, കളർ ഡിസ്ക്രിയേഷൻ, പിന്നെ അങ്ങനത്തെ എല്ലാത്തിലും ഏറ്റവും ബെസ്റ്റാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. നമ്മുടെ കാൽമുട്ടിലെ നമ്മുടെ കൈമുട്ടിലെ കറുപ്പ്, കഷത്തിലെ കറുപ്പ്, കണ്ണിൻ്റെ കറുപ്പ്, അങ്ങനെ എല്ലാം മാറ്റാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓയിലാണ് മഞ്ചിഷ്ട ഓയിൽ എന്ന് പറയുന്നത്. ആയുർവേദത്തിൽ മഞ്ചിഷ്ട ഓയിൽ ആണ് ഏറ്റവും നല്ല ബ്രൈറ്റനിങ് ഓയിൽ ഒരെണ്ണമാണ്. മൂക്കുരു വന്ന പാട്, പിന്നെ അങ്ങനത്തെ എല്ലാ പാടുകളും മാറാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് മഞ്ചിഷ്ട ഓയിൽ. നമ്മൾ 4 ഗ്ലാസ് വെള്ളം എടുത്തു വെച്ച് 2 സ്പൂൺ മഞ്ചിഷ്ട ഓയിൽ ഒഴിച്ച് പിന്നെ അത് നല്ലതായിട്ട് 2 ഗ്ലാസ് ആകുന്ന വരെ വറ്റിച്ചെടുത്തും വെച്ച് പുരട്ടുവാണ് ഏറ്റവും നല്ല ടോണറാണ്. മഞ്ചിഷ്ട ഓയില്, മുൾട്ടാനിമിറ്റി, രക്തചന്ദനം, മഞ്ഞൾപ്പൊടി, ഇത് റോസ് വാട്ടറിൻ്റെ അകത്ത് ചാലിച്ച് നല്ലൊരു പാക്കുണ്ടാക്കുക. അത് ആഴ്ചയിൽ ഒരു 3-4 വട്ടം നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഏറ്റവും ബെസ്റ്റാണ്. നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആവാനും എല്ലാ പാടുകൾ മാറാനും എല്ലാത്തിനും ഏറ്റവും ബെസ്റ്റ് ഒരു പാക്കാണത്. മുഖത്തുള്ളവർക്ക് അതിനു വേണ്ടി മാത്രമാണ് നമ്മളൊരു പാക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ മഞ്ചിഷ്ടയും രക്തചന്ദനവും റോസ് വാട്ടറിൻ്റെ അകത്തോട്ട് ചാലിച്ച് നമ്മൾ പുരട്ടിയാൽ മതി. മുഖം നല്ല ബ്രൈറ്റ് ആകാൻ അല്ലെങ്കിൽ നല്ല മുഖകാന്തിക്ക് വേണ്ടിയാണെങ്കിൽ അതിൻ്റെ അകത്ത് മഞ്ചിഷ്ടയ്ക്കകത്ത് ഒരു ശർക്കര, മഞ്ചിഷ്ടയുടെ ഓയിലിനകത്ത് ശർക്കരപ്പൊടി കൂടിയിട്ട് നല്ലതായിട്ട് ചാലിച്ച് നമ്മുടെ മുഖത്ത് പുരട്ടുവാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. കരിവാളിപ്പിന് മഞ്ചിഷ്ടയ്ക്കകത്ത് തൈര് ചാലിച്ച് നമ്മുടെ മുഖത്ത് പുരട്ടിയാൽ മതി. മുഖക്കുരു ഒത്തിരി ഉള്ളവർക്ക് മഞ്ചിഷ്ടയ്ക്കകത്ത് അരിപ്പൊടിയും ഇച്ചിരി പാലും കൂടെ മിക്സ് ചെയ്ത് പാക്ക് ഉണ്ടാക്കി പുരട്ടുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ മഞ്ചിഷ്ടയും കൊണ്ട് നമുക്ക് ഒത്തിരി പാക്കുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ പിന്നെ മഞ്ചിഷ്ട മുഖത്തും ദേഹത്തും എല്ലാം ഡയറക്റ്റ് പുരട്ടിയാലും ഒരു കുഴപ്പവും ഇല്ല. ഇത് ഇച്ചിരി കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും ഒന്നും ഒരു പ്രശ്നമുള്ള സാധനമല്ല. ചർമ്മ സംരക്ഷണം, രക്തം ശുദ്ധി ചെയ്യാനും ഏറ്റവും ബെസ്റ്റാണ് മഞ്ചിഷ്ട എന്ന് പറയുന്നത്. ഇതാണ് മഞ്ചിഷ്ട ഓയിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. വേണ്ടിയവരെല്ലാം മേടിക്കുക. ഇത് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. ഇത് വേണ്ടിയവരെല്ലാം വാങ്ങിക്കുക, ഉപയോഗിക്കുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും.